What's up guys, Sri here, welcome back to another review. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, CCA ഫീനിക്സ് ഈ സാധനം എങ്ങനെയുണ്ട് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഓൾറൗണ്ടർ IEM വേണമെങ്കിൽ ഗെയിമിംഗ് ആയിക്കോട്ടെ, ജസ്റ്റ് കാഷ്വൽ ലിസണിങ് ടു മ്യൂസിക്, ഒരു ഓൾറൗണ്ടർ എല്ലാ രീതിക്കും, എല്ലാ സൗണ്ട് ചെക്കിനും, എല്ലാ സൗണ്ട് ക്വാളിറ്റിക്കും എൻ്റെ അടുത്ത് ഒരെണ്ണം റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ മക്കളെ ഈ സാധനം വെച്ചിട്ട് ഈ സീനായിട്ടോ. ദിസ് ഇസ് ദി CCA ഫീനിക്സ്. ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ പറയുന്നതിന് മുമ്പ് അതെനിക്ക് പറയണം. നമ്മുടെ നാട്ടിൽ തൈലൻഡിൻ്റെ ചാത്തൻ മറ്റേ മണപ്പിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, മറ്റേ അത് ഭയങ്കര ഫേമസ് അവിടെ. ആ സാധനത്തിൻ്റെ ചാത്തനാണ് ഇത്. ഇതൊന്നും മേടിച്ച് മണപ്പിക്കല്ലേ, അറിയാവുന്ന മേടിച്ച് മണപ്പിച്ച മിനിറ്റിന് ഇപ്പോൾ 200 തവണ തുമ്മുന്നുണ്ട്. സോ എന്തായാലും കമ്മിങ് ബാക്ക് ടു ദി റിവ്യൂ ഗൈസ്, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇംപ്രസ്ഡ്, ഭയങ്കര രീതിയിൽ ഇംപ്രസ്ഡ്. ആദ്യമേ തന്നെ എനിക്ക് ആക്സസറീസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങണം. ഇത് വന്നിരിക്കുന്ന ബോക്സ് അത്യാവശ്യം നല്ല പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ്, ഒരു ഭയങ്കര ഒരാൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിടിലൻ ബോക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രസൻറ്റേഷന് കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ബോക്സ് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ വിൽ ബി വെൽക്കം ബൈ ദിസ് കേബിൾ. ഈ കേബിൾ ആക്ച്വലി ബ്രെയ്ഡഡ് കേബിളാണ്, ട്രാൻസ്പെറൻറ്റ് ബ്രെയ്ഡഡ് കേബിളാണ്. ഒരു 5-6 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു യെല്ലോ സ്റ്റോണൊക്കെ വരും. പക്ഷേ ഗൈസ്, ഈ പ്രൈസ് റേഞ്ചിനകത്ത് പലരും ചീപ്പ് ക്വാളിറ്റി കേബിൾ കൊടുക്കുമ്പോൾ ഇതെനിക്ക് അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി കേബിളായിട്ട് തോന്നി. എല്ലാം കേബിളിനകത്തുള്ള റിപ്ലേസബിൾ ആണ്. ഹുക്സ് ആണെങ്കിലും കേബിൾ ആണെങ്കിലും എല്ലാം രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കേബിളാണ്. കേബിളിൻ്റെയും ആക്സസറി ക്വാളിറ്റീസിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുക. ഇതിൻ്റെ ഇയർ ടിപ്സ് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് KZയിലൊക്കെ വരുന്നതിനെക്കാട്ടി വേ ബെറ്റർ ഇയർ ടിപ്സ് ആണ് ഇതിൽ കിട്ടുന്നത്. എന്നാൽ എനിക്ക് സാൻചായ് ഇയർ ടിപ്സിൻ്റെ അത്രയും ഒന്നും ഒരു താങ്സുവിൻ്റെ ആ ഒരു ഫീലൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇയർ ടിപ്സ് ആർ ആക്ച്വലി ഗുഡ്. ഇനി നമുക്ക് ലെറ്റ്സ് കം അറൗണ്ട് ദി കേസിങ്. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഒരു ഫുൾ മെറ്റൽ കൺസ്ട്രക്ഷൻ ആണ് ഇതിൻ്റെ ഷെല്ല് മുഴുവൻ. അതെടുത്ത് ചെവി വെക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ആദ്യത്തെ കാര്യം, ഓക്കെ ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ വെയിറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, വെയിറ്റ് കാരണം നമുക്ക് ഒരുപാട് നേരം വെക്കുമ്പോൾ ഡിസ്കംഫർട്ടബിൾ ആകുമെന്നൊരു ഡൗട്ട്. പക്ഷേ ഹൗവർ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, CCAയുടെ ആൾക്കാർ ഓരോ തവണ എൻജിനീയർ ചെയ്യുമ്പോൾ കറക്റ്റ് ഇൻ ഇയർ ഫിറ്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. കറക്റ്റ്, ഒട്ടും ഡിസ്കംഫർട്ട് ഒന്നും തോന്നുന്നില്ല. 3/4 മണിക്കൂറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 1 മണിക്കൂറിന് മേളിലൊന്നും ഞാൻ ഒരു ഇയർഫോൺ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കാനും പറയില്ല. പക്ഷേ നിങ്ങൾ സിനിമയൊക്കെ കാണുവാണെങ്കിലും ഒരു വൃത്തിയായിട്ട വെയിറ്റ് നമുക്ക് ചെവി തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ഇയർ ഹുക്സിൻ്റെ അവിടെ അത്യാവശ്യം നല്ല ബ്രെയ്ഡഡും ഗൈഡഡുമാണ്. ഗൈഡഡ് ഹുക്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പകുതി വെയിറ്റ് ഹുക്കിലേക്ക് പോകും, പകുതി വെയിറ്റ് കറക്റ്റ് ചെവിയുടെ അകത്തേക്ക് പ്ലേസ് ആയിരിക്കുകയും ചെയ്യും. വെരി വെൽ എഞ്ചിനീയർഡ്. CCAയുടെ എഞ്ചിനീയേഴ്സ് അത് നല്ലോണം എഫേർട്ട് ടൈം ഇട്ട് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇംപിഡൻസ് 33 ohms അടുപ്പിച്ച് വരും. അത് ആക്ച്വലി എനിക്ക് ഭയങ്കര ബാഡായിട്ടൊന്നും തോന്നിയില്ല. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് ഡാക്കോ കാര്യങ്ങളൊന്നും വേണം നിങ്ങൾക്ക് ഇത് പവർ ചെയ്യാൻ. നിങ്ങളൊരു സാധാരണ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ശരി, നിങ്ങൾക്ക് എന്താ പറയുക, വലിയ ഡാക്കോ ഹൈ ഫ്രീക്വൻസി ഡാക്കോ ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു കൺവേർട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇതിൻ്റെ സൗണ്ട് പ്രൊഫൈൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ആയി വരും. അതെനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നി. ഈ പ്രൈസ് റേഞ്ചിൽ ഗുഡ് ജോബ്. 33 ohms എന്നൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ, ഇമ്പിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്നൊക്കെ കേൾക്കുമ്പം നിങ്ങൾക്ക് തോന്നും അത് ഇച്ചിരി വലിയൊരു എമൗണ്ടാണ്. പക്ഷെ അല്ല. ഹൗവർ ഞാൻ എല്ലാ ഫോണിനകത്തും നോക്കി, ജസ്റ്റ് ഒരു ഓഡിയോ 3.5mm to Type-C കൺവേർട്ടർ ഉണ്ടെങ്കിൽ യു ക്യാൻ പ്ലേ ദിസ് ബ്യൂട്ടിഫുള്ളി എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇതിൻ്റെ സെൻസിറ്റിവിറ്റി. ഇൻ പേപ്പർ സ്പെക്സ് സെൻസിറ്റിവിറ്റിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കാരണം റിയൽ ലൈഫിൽ അത്രയും നമുക്ക് നമുക്ക് നോട്ടീസബിൾ ഡിഫറൻസ് പോലും ഇല്ല. പക്ഷേ വളരെ ലോ ഫ്രീക്വൻസീസ്, എസ്പെഷ്യലി നമ്മൾ വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ പോഡ്കാസ്റ്റുള്ള ഹംസും DSR മറ്റേ കാറ്റടിക്കുന്ന സൗണ്ട് ഒക്കെ നല്ല രീതിയിൽ ഇയർഫോൺ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയോസിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സെൻസിറ്റിവിറ്റി. എന്നാൽ പീക്ക് ചെയ്യുന്ന സൗണ്ട്സിനെയൊക്കെ അത്യാവശ്യം കട്ട് ചെയ്ത് കളയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സെൻസിറ്റിവിറ്റി ഇസ് ആക്ച്വലി റിയലി ഗുഡ്. പിന്നെ ഇതിൻ്റെ സൗണ്ട് സിഗ്നേച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ വെരി സിമിലർ ടു മൂൺഡ്രോപ്പ് Q2. മൂൺഡ്രോപ്പ് Q2 ആയിട്ട് എനിക്ക് ഭയങ്കര സിമിലർ സൗണ്ട് സ്റ്റേജ് ആയിട്ട്. ഒരു കാര്യം എനിക്ക് ഇതുള്ളതെന്ന് വെച്ചാൽ മൂൺഡ്രോപ്പിനകത്ത് ട്രെബിൾ ഇസ് ആബ്സല്യൂട്ട്ലി ബുൾഷിറ്റ് എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല ട്രെബിൾ ഹെവി IEMs ഉപയോഗിച്ച് അങ്ങനെ യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മൂൺഡ്രോപ്പിനകത്ത് ട്രെബിൾ ഭയങ്കര രസമില്ല.
ആ സാധനം ഇത് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആക്ച്വലി ഹയർ റബ് ബാൻഡ് എന്നല്ലല്ലോ, ഹയർ ബാൻഡ് ഓഫ് ദി മ്യൂസിക് സാധനങ്ങളിലൊക്കെ ഇപ്പം ഫോർ എക്സാമ്പിൾ ട്രെബിളിനകത്തൊക്കെ വരുന്ന ചെല്ലോസും വയലിൻസും അല്ലെങ്കിൽ തന്നെ ചില വോക്കൽസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വരുമ്പം നിങ്ങൾക്ക് എനിക്ക് മൂൺ ഡ്രോപ്പിനകത്ത് ആ ഒരു ഡ്രോപ്പ് എനിക്ക് മനസ്സിലാവുമായിരുന്നു. പക്ഷെ ഇതിനകത്ത് അത് നല്ലോണം എന്താ പറയുക അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മൂൺ ഡ്രോപ്പ് ഷൂറ്റുവിനെ വെച്ച് കമ്പാരിറ്റീവ്ലി പറയുമ്പോൾ ഇതിന്റെ സബ് ബേസിനകത്ത് ചെറിയൊരു സാക്രിഫൈസ് നമുക്ക് തോന്നുന്നു. സബ് ബേസ് എന്ന് പറയുമ്പം ഗൈസ് ചാനൽ ഭയങ്കര ഡൗൺ ആയിക്കൊണ്ടിരിക്കും, ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഹൈപ്പ് ചെയ്താൽ ഒന്ന് കയറി പോകും. അതുകൊണ്ട് ഇതുപോലത്തെ നല്ല നല്ല ആരും ചെയ്യാത്ത കോണ്ടന്റും വീഡിയോസും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒരു ഒറിജിനൽ മറ്റേ പഞ്ചി ബേസ് അല്ല നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഗൈസ് താങ്സു വാർണറിന്റെ കണക്കോ ബാക്കിയുള്ള ചില KCയുടെ ഇയർഫോൺസിന്റെ ഒന്നും കണക്കോ വൃത്തികെട്ട രീതിയിലുള്ള ബാസോ അല്ല ബാസ് ഇല്ലായ്മയൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇടി വേണ്ടപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സബ് ബേസ് തോന്നും. ബാസ് എന്ന് പറയുന്നത് ബാസ് 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 എന്ന് കൊച്ചിരി വിട്ട് പറഞ്ഞ് ശീലിച്ചു. ശരിക്കും ബേസ് ആണ് കേട്ടോ വാക്ക്. ആ സബ് ബേസ് അല്ലെ ആ ബേസ് വേണ്ടത് പോലെ ഡെലിവറി ചെയ്തത്. അതുപോലെ ഇതൊരു ബേസ് ഹെവി മ്യൂസിക് ലവറിനുള്ളതല്ല, പക്ഷേ ബേസ് ഹെവി മ്യൂസിക് ലവേഴ്സും എൻജോയ് ചെയ്യും. മിഡ്സ് എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ആ ഒരു എസ് കർവിലൊക്കെ പോയി ട്രെബിളിന് അവിടെ ബാലൻസ്ഡ് ആണ്. ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഇതിനകത്ത് സ്പെസിഫിക്കലി റോക്കും ഇൻസ്ട്രുമെന്റ്സും കേൾക്കാൻ ഭയങ്കര രസമായിട്ട് തോന്നി. ഒരു കാര്യം പിന്നെ മ്യൂസിക് ബാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി അല്ലെ കർവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ സമ്മപ്പ് ചെയ്യണമെന്നുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് മ്യൂസിക്സും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് എൻജോയ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ട്രെബിൾ എംഫസൈസ് അല്ല ട്രെബിൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള IEMs ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഗൈസ് ഡോണ്ട് ഗെറ്റ് മീ റോങ്, ബേസും മിഡ്സും ലോ മിഡ്സും സബ് ബേസും ഹയർ ട്രെബിളിന് മുഴുവൻ ബിൻഡിൻ്റെ ട്രെബിളിൻ്റെ ഇടയ്ക്കുള്ള എല്ലാം സൂപ്പറായിട്ട് വർക്കൗട്ട് ആവും. അതാ ഞാൻ പറയാം, ഈ പ്രൈസ് റേഞ്ചിന് ഇത്രയും കിടിലമായിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്നൊരു IEM എനിക്ക് തോന്നിയില്ല എല്ലാ സൗണ്ട് ബാൻഡ്സിനും. ഇനി വേറെ കാര്യം പറയുന്നത് ഇൻസ്ട്രുമെന്റ് സെപ്പറേഷൻ ആൻഡ് വോക്കൽ സെപ്പറേഷൻ അല്ലെങ്കിൽ ഡീവിയേഷൻ എന്നോ അങ്ങനെയൊക്കെ ടെക്നിക്കലി ടേം പറയും ഈ മ്യൂസിക് മിക്സ് ചെയ്യുന്ന ആൾക്കാർ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി റിയലി ഗുഡ് ഇൻസ്ട്രുമെന്റ് സെപ്പറേഷൻ. ഞാൻ ഇതിന് ഒരുപാട് ഗെയിമേഴ്സ് ഇത് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആൻഡ് നൗ ഐ നോ വൈ ഇത് എന്തിനുകൊണ്ട് ഗെയിമേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിസൈസ്ലി സൗണ്ട് പിക്ക് ചെയ്ത് എവിടെ നിന്ന് വരുന്നു ടാർഗറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വെരി ഗുഡ് ഗൈസ്, വെരി ഗുഡ്. എങ്ങനെ ഈ റിവ്യൂവിനെ സമ്മപ്പ് ചെയ്യുന്നു വെച്ചാൽ നിങ്ങൾക്ക് 2000 രൂപയ്ക്കകത്ത് എല്ലാ രീതിയിലുള്ള മ്യൂസിക്കും, ചിലപ്പോൾ ഗെയിമിങ് ആയിക്കോട്ടെ, ചിലപ്പോൾ ഇച്ചിരി കാഷ്വൽ ലിസണിങ് ആയിക്കോട്ടെ, ഇതും എല്ലാം ചെയ്യണം. എല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്ന വളരെ ചുരുക്കം IEMs ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മ്യൂസിക് കൺട്രോൾ സാധനങ്ങളൊക്കെ ഉണ്ട്. മൈക്ക് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇന്നേവരെ മൈക്ക് ഉണ്ട് കേട്ടോ, മൈക്കിൻ്റെ ഓട്ടൊക്കെയാണ്, മൈക്കുണ്ട്. ഞാൻ ഇന്നേവരെ ഒരു IEM വെച്ച് ഫോൺ എടുത്തിട്ടില്ല. IEMs ഫോൺ എടുക്കാനുള്ള അല്ല, പ്യുവർലി മ്യൂസിക് എൻജോയ് ചെയ്യുക. പക്ഷേ നിങ്ങളുടെ എല്ലാ രീതിയിലും അക്കോമഡേറ്റ് ചെയ്യും. ഗൈസ് ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്ക് വർക്കൗട്ട്സ് ആളുടെ റൺസിനാണ് ഇത് ഭയങ്കര കംഫർട്ടബിൾ കേട്ടോ. ചെവി ഇരുന്നോളും. ഇത് ഗൈഡഡ് ഇയർ ഹിക്സ് ഉണ്ടായതുകൊണ്ട് ഞാനിത് എൻ്റെ റാങ്കിങ്ങിൽ താങ്ക്സ് പറഞ്ഞ SG2-നെക്കാട്ടി ഇച്ചിരിയുടെ ബേസ് കിട്ടുന്നുണ്ട്. എന്നാൽ എല്ലാ രീതിയിലും അക്കോമഡേറ്റ് ചെയ്യുവാണ്. എൻ്റെ ടോപ്പ് പിക്ക് ഇതാണ്. ഗൈസ് താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, പോയി മേടിച്ചോ. സോ ഗൈസ് ടോക്ക് ടു ഗൈസ് ലേറ്റർ. ശ്രീ ഹിയർ, ലവ് യു ഗൈസ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയണമെന്നുണ്ട്, ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടുള്ളപ്പം നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് മേടിച്ചാൽ എനിക്ക് ചെറുതായിട്ടൊരു കമ്മീഷൻ കിട്ടും. അതെന്ന് പറഞ്ഞാൽ 1% or 1 or 2%. അത് നിങ്ങളുടെ ഓപ്പൺ ആൻഡ് ട്രാൻസ്പാരൻ്റ് ആയിട്ട് പറയണമെന്ന് എനിക്ക് പോയി. അല്ല നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഒരു പർച്ചേസ് എന്നുള്ള 10 രൂപ വെച്ച് കോടീശ്വരൻ ആവുന്നില്ല. പക്ഷെ ഇത് പറഞ്ഞിട്ട് എനിക്ക് ഒരു മോറൽ റിഗ്രറ്റ് അടിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ വേറൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ പ്യുവർലി ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ട് IEM നോക്കുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിന് വേറെ ബെറ്റർ IEMs ഉണ്ട്. പ്യുവർലി നിങ്ങൾ വോക്കൽസിന് നോക്കുകയാണെങ്കിൽ വേറെ ഉണ്ട്. പക്ഷേ ഇതൊരു ഓൾറൗണ്ടർ, എല്ലാ രീതിയിലും ബാലൻസ് ഔട്ട് ചെയ്തിട്ട് IEM വന്നിരിക്കുള്ളൂ. സോ ഗൈസ്, ശ്രീ ഹിയർ, ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ലവ് യു, സബ്സ്ക്രൈബ്.